ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ ഹനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഇടയിൽ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നതും എല്ലാം ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയ കുറച്ച് പുഡിങ്ങും ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഐറ്റമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള അറബിക് മാംഗോ പുഡിംഗ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല പഴുത്ത മാംഗോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ ഞാൻ കുറേ മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാനതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ. അപ്പോൾ അന്നൊന്നും ഞാനതിൻ്റെ പേര് അറബിക് മാംഗോ പുഡിംഗ് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒരു മാംഗോ പുഡിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അന്ന് നമ്മൾക്ക് അങ്ങനെ ഈ ഒരു പേര് എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്കറിയുന്ന പോലെ ഒരു പുഡിംഗ് ഉണ്ടാക്കി അത് ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു. അന്ന് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളിത് കാണുന്നതല്ല അറബിക് പുഡിംഗ് എന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ തന്നെ ആയിട്ടുള്ള ഒരു ക്രിയേഷനാണ് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെ. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്ത മാംഗോ എല്ലാം ജാറിലിട്ട് കൊടുത്ത് അതിലോട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുത്ത്, മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടൻസ് മിൽക്കൊക്കെ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീമായിട്ട് കിട്ടണം കേട്ടോ നമുക്കത്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് വേണം. നമ്മൾ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ബ്രെഡ് എടുക്കാം. ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാം. ഇനി നമുക്കിതാ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് മാംഗോയുടെ പ്യൂരിയും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ പൗഡറാണ് യൂസ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ പേര് ഹന എന്നാണ് എല്ലാം വിചാരിച്ചത്. എൻ്റെ പേര് സബ്രീന എന്നാണ് കേട്ടോ. ഹന എന്നുള്ളത് എൻ്റെ മകളുടെ പേരാണ്. അപ്പോൾ അവളുടെ പേര് തന്നെ ഞാനിത് ചാനലിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യം. കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യുമ്പോൾ ഹന എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ക്രീമും റെഡിയായി, ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് മാംഗോയുടെ ക്രീമും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പുഡിംഗ് ട്രേയിൽ നമ്മുടെ ഈ ഒരു ബ്രെഡെല്ലാം നിരത്തി വെക്കാം, ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫുള്ള് ഫില്ല് ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല തിക്കായിട്ട് മാംഗോ ക്രീം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. നമ്മൾ ഇങ്ങനെയല്ലാതെ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് പാലിൽ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ഒരു എന്താ പറയുക മാംഗോൻ്റെ ക്രീം ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് നല്ല ചൂടോട് കൂടിയിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിലോട്ട് ഒഴിച്ചാലും മതി. അപ്പോൾ ആ ബ്രെഡ് നല്ല സോക്കായിട്ട് വരണം കേട്ടോ, നല്ല കുതിർന്ന് നിൽക്കണം. അതിനാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ ഷുഗർ സിറപ്പാണ് ഇട്ടത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കസ്റ്റർഡ് പൗഡറും മാംഗോൻ്റെ പ്യൂരിയും പാലും മിക്സ് ആക്കിയിട്ട് ഒന്ന് ആ ബ്രെഡിലോട്ട് ഫസ്റ്റ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഒരു മാംഗോൻ്റെ തിക്കായിട്ടുള്ള ക്രീം ഇടാം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഓറിയോൻ്റെ ബിസ്ക്കറ്റ്, അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒരു കടിക്കാനുള്ള ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നട്ട്സ് ഉപയോഗിക്കാം. ഇനി അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലോട്ട് ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്രീം ഇടാം. അത് ഷുഗർ സിറപ്പോടിൻ്റെ ഒന്ന് വെറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള ഒരു ക്രീം ഉണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചാലും മതി. പാലും കണ്ടൻസ് മിൽക്കും കസ്റ്റർഡ് പൗഡറും മാംഗോൻ്റെ പ്യൂരിയും കുറച്ച് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് നല്ല ചൂടോട് കൂടി തന്നെ ബ്രെഡിലോട്ട് വയ്ക്കണം. അപ്പോൾ അതെല്ലാം കൂടി റെഡിയാക്കിയ ശേഷം മുകളിലോട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ വേണ്ടി നമ്മൾ തിക്കായിട്ടുള്ള ഈ ഒരു ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ മാംഗോൻ്റെ പൾപ്പ് ഇങ്ങനെ കഴിക്കുന്ന പോലെ തന്നെയുണ്ട്. മാംഗോൻ്റെ പൾപ്പായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. എനിക്ക് കിട്ടിയ മാംഗോ ഉണ്ടല്ലോ കുറച്ച് പുളിയും മധുരവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പീസായിട്ട് ഇടുന്നില്ല. നിങ്ങൾക്ക് പീസായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ടോപ്പിങ്ങിലായിട്ട് ഞാനിതാ കുറച്ചും കൂടെ ബിസ്ക്കറ്റെല്ലാം ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേദിവസം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ പിറ്റേ ദിവസം നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവം കട്ട് ചെയ്തിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതെല്ലാം തലേദിവസം തന്നെ ചെയ്ത് ഇതിപ്പോൾ രാത്രിയിലാണ് നമ്മൾ എല്ലാ പണികളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് രാവിലെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഇതാ സവാള എടുത്തിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്.
ഇന്നും എനിക്ക് കുറച്ച് ഓർഡറൊക്കെ ഉണ്ട് കേട്ടോ. പെരുന്നാളിന് അധികം ഗൾഫിലുള്ളവർക്ക് ബിരിയാണീൻ്റെ ഓർഡറായാലും സ്നാക്കിൻ്റെ ഓർഡറൊക്കെ അതൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ അധികമൊന്നും ഏറ്റെടുത്തിട്ടൊന്നുമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറുതായിട്ടൊന്നും എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നിൽ ഞാനിതാ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മസാലയും മറ്റേതിൽ ഞാൻ ബിരിയാണിക്കുള്ള മസാലയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കുക്കറിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പച്ചമുളക് നന്നായി ചതച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് ഒരു 8-10 പച്ചമുളകുണ്ട്, കുറച്ച് എരിവ് ഉണ്ടാവണം ബിരിയാണിക്കൊക്കെ. അപ്പോൾ അത് വിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത്. ഗൾഫിലെല്ലാം ആകുമ്പോഴിൽ അധികവും ബിരിയാണീൻ്റെ ഓർഡറൊക്കെ ഉണ്ടാവലുണ്ട് ഈ ഒരു പെരുന്നാൾ അടുപ്പിച്ചിട്ടാകുമ്പോൾ. അപ്പോൾ അത് സ്നാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാവുന്നതായിട്ട് ഞാനത് ഏറ്റെടുക്കാൻ നിൽക്കലില്ല. പിന്നെ എനിക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് കൽത്തപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ കൽത്തപ്പം ഒരുപാട് ആൾക്കാരുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അപ്ലോഡ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതിലോട്ട് ഇതാ സവാള ചേർത്തിട്ടുണ്ട്, 4 വലിയ സവാള, മീഡിയം അല്ല വലിയ സവാള തന്നെ ചേർത്തിട്ടുണ്ടത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1.5 കിലോ മട്ടനാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മസാലയൊക്കെ ഉള്ള എല്ലാം റെഡിയാക്കുന്നുണ്ട്. ചിക്കനെല്ലാം പൊടിച്ചതൊക്കെ അതിൽ ചേർത്തെടുത്ത് സ്നാക്കിൻ്റെ ഇടയിൽ. പിന്നെ ഇതാ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അധികം സവാള വഴറ്റിയെടുക്കലില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ തന്നെ മതിയാവും. അത് നമ്മൾ കുക്കറിലിട്ട് നല്ലോണം വേവിച്ചെടുക്കുന്നല്ലോ, അപ്പോൾ നല്ല സവാളയെല്ലാം വെന്ത് ഉടഞ്ഞ് കിട്ടും. അതുകൊണ്ട് കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇതാ തക്കാളി ചേർത്തിട്ടുണ്ട്, 3 വലിയ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില ഞാൻ ഇവിടെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ എനിക്ക് ഇടാൻ തോന്നുന്നില്ല, കാരണം നമ്മൾ നാട്ടിൽ നല്ല വെറുതെ കിട്ടുന്ന കറിവേപ്പിലയല്ലേ, ഫ്രീ ആയിട്ട് നമ്മൾ പറമ്പ് തന്നെ കിട്ടുന്ന ആ ഒരു കറിവേപ്പില ഇവിടെ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്കത് കൂടുതൽ ഇടാൻ തോന്നുന്നില്ല. പക്ഷേ കറിവേപ്പില ഇടുമ്പോൾ ഈ സ്നാക്കിലെല്ലാം നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലും വരണമെന്നെങ്കിലുള്ള കറിവേപ്പില നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു ടിപ്പാണ്. നിങ്ങൾക്ക് സ്നാക്കും ഒന്ന് ടേസ്റ്റ് ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അടിപൊളി സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ അത് നന്നായിട്ട് ഇളക്കിയെടുത്ത് അപ്പോൾ നമ്മളെ ബിരിയാണിയിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്നാക്കിൻ്റെ മസാലയ്ക്കും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് പൊടികളാണ് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി. ഞാൻ ബിരിയാണിയിൽ അധികം മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ. ഈ കുരുമുളക് പൊടി ഇടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. പിന്നെ നമ്മളിതാ ഗരം മസാല 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗരം മസാലേൻ്റെ നല്ല ഫ്ലേവറുള്ള ഒരു ഗരം മസാല ആണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് ബിരിയാണീൻ്റെ മസാല ചേർത്തിട്ടുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമില്ല, നമ്മൾ മസാല ഉണ്ടെങ്കിൽ ഗരം മസാലേനെ തന്നെ നല്ല സ്മെല്ലാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അത് അത്രമാത്രം. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സാക്കി ആ ഒരു മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇനി നമ്മളിത് ഉപ്പും ഒക്കെ ചെക്ക് ചെയ്തിട്ട് പാകമുണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ എല്ലാം റെഡി ആണെങ്കിൽ നമ്മൾ മട്ടൻ കഴുകി വെച്ച മട്ടനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ കുറച്ചൊക്കെ അതിൻ്റെ നെയ്യ് അതിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഓയിലും നെയ്യും ഈ ഒരു മസാലയിൽ ചേർക്കണമെന്നില്ല, നല്ലോണം നെയ്യ് ഇറങ്ങി വരും. പിന്നെ മട്ടൻ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ നല്ലോണം വെന്ത് കിട്ടണം കേട്ടോ. എന്നാൽ ഈ ഒരു മട്ടന് വെന്ത് നല്ല അതിൽ നിന്ന് എല്ലിൽ നിന്ന് അതിൻ്റെ എന്താ പറയുക ഇറച്ചിയെല്ലാം ഇങ്ങനെ ഊരി വരുന്ന പോലെ അങ്ങനെ വെന്ത് കിട്ടണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടനിൽ നല്ല വേവുണ്ടത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിപ്പത്തിരീൻ്റെ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ദോശ പോലെ ഉണ്ടാക്കിയെടുക്കും. നല്ല കട്ടിയായിട്ടുള്ള മൈദ മാവ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു വിധം ഞാൻ കുറേ മുമ്പ് വീഡിയോസിലെല്ലാത്തിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു മാവ് നല്ലോണം തിന്നായിട്ടുള്ള ദോശ ഉണ്ടാക്കണം കേട്ടോ. നല്ല കട്ടിയിലായിട്ടാകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാൻ ഉണ്ടല്ലോ അധികം ചൂടാവാൻ പാടില്ല. നല്ല ചൂടില്ലാത്ത സമയത്താണ് നമ്മൾ ഇതുപോലെ ദോശ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നല്ല ഫുള്ള് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് അത് വേവിച്ചെടുക്കാം. അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല തിന്നാക്കിയിട്ടും കിട്ടും, നല്ല പെർഫെക്റ്റായിട്ട് റെഡിയാക്കാനും പറ്റും കേട്ടോ.
പിന്നെ നമ്മൾ ഈ ചട്ടിപ്പത്തിരിയെല്ലാം ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്താൽ അത് അടിയിൽ പിടിക്കില്ല കേട്ടോ. അതൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. ബട്ടർ ഓവർ കൂടുതലൊന്നും ചേർക്കണ്ട, നമ്മളിത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടും. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ അടിയിൽ പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അരിയെല്ലാം അളന്ന് റെഡിയാക്കാം. അപ്പോൾ ഇത് ജീരകശാല അരിയാണ് കേട്ടോ. ഇത് ലൂലുവിൻ്റെ ബ്രാൻഡായിട്ടുള്ള അരിയാണ്. അപ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റാണ് ഈ ഒരു അരി കൊണ്ട്. അപ്പോൾ ഞാൻ അധികം ബിരിയാണി ഉണ്ടാക്കാൻ ഇതാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോറുണ്ടാക്കാം. അപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം വറുത്തെടുക്കാം. ഇനി ഇതേ ഓയിലിലോട്ട് നമ്മൾക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പട്ട, കറാമ്പു, ഏലക്ക, തക്കോലം, ബേ ലീഫ്, പിന്നെ പെരുംജീരകം, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയോട് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം മറ്റും ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആവുന്ന വരെ മതി കേട്ടോ. ഓവറായിട്ട് ഇളക്കണ്ട, നമ്മൾ അരി പൊട്ടിപ്പോവും. അപ്പോൾ ജീരകശാല അരി ആയതുകൊണ്ട് അധികം പൊട്ടാനുള്ള ചാൻസ് ഇല്ല. ബസ്മതി അരിയൊന്നും അധികം ഇളക്കിയെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഇളക്കി അതിലോട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് അളന്നിട്ടല്ല കേട്ടോ ഇതിൽ അരിയിൽ വെള്ളം ഒഴിക്കുന്നത്. ഇതൊക്കെ ഞാൻ കൈ കണക്കാണ്. ഇതിൻ്റെ ഈ അരിൻ്റെ കുറച്ച് മുകളിൽ വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കൽ. അപ്പോൾ ഇതും കുറേ മുമ്പ് വീഡിയോസിലെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ഒരു വിരലിൻ്റെ അത്രയും അളവിൽ മുകളിലോട്ടായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് നന്നായിട്ട് ഇനി ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ അരി വേവിച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ ഞാനതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു തിരക്ക് പിടിച്ച സമയമായതുകൊണ്ട് അത് വിട്ടുപോയതാണ്. അപ്പോൾ അത് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അരിയെല്ലാം നല്ല വിട്ടിട്ടുണ്ടാവട്ടെ നമ്മൾ ചോറ് വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ അതാ നമ്മുടെ മസാല മട്ടനൊക്കെ വെന്തിട്ടുണ്ട്. ഇത് ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ ദം ചെയ്യാൻ വെക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കൂടുതൽ തന്നെ പുതിനയും ചേർക്കണം. പുതിന ഇടണം കേട്ടോ മട്ടൻ ബിരിയാണിയിലേക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിൽ ഓവറായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. കൂടുതൽ വറ്റി ഡ്രൈ ആക്കാൻ പാടില്ല. കുറച്ചൊരു ഗ്രേവി പോലെ ഉണ്ടാവണം കേട്ടോ അത് മട്ടൻ്റെ മസാലയിൽ. ഇനി അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ഇലകളും ചേർത്ത് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ട് രണ്ടാമത്തെ ലെയറും ഓടി ഇട്ടിട്ട് അതിലേക്കും കുറച്ച് മല്ലിയിലയും പുതിനയും പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇടാൻ വിട്ടുപോയതാണ്. പിന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തതും കൂടി ചേർക്കാറുണ്ട്. എനിക്കിപ്പോൾ ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കഴിക്കുന്ന ബിരിയാണി ആയതുകൊണ്ടും ഞാൻ ഇത്രയും കൊണ്ട് ഒപ്പിച്ച് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് അതും കൂടി വേവിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ ദമ്മാക്കാൻ വെച്ചിട്ടുണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗം പൊരിഞ്ഞ് വന്നില്ല. അങ്ങനെ വീണ്ടും അതേപോലെ തന്നെ വെച്ച് ചട്ടിപ്പത്തിരിൻ്റെ രണ്ട് ഭാഗവും ചെറുതായിട്ട് ഒരു കളർ മാറുമ്പോൾ ആണ് ടേസ്റ്റ്. അതുമല്ല അതിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായിട്ട് വെന്തിട്ടും കിട്ടണം. അതൊന്ന് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. ബിരിയാണീൻ്റെ മുകളിലോട്ട് കുറച്ച് ഞാൻ ഗരം മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇതിലേക്ക് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടല്ലോ പിറ്റേ ദിവസം കഴിക്കാനല്ലേ നല്ല ടേസ്റ്റ്. അതെന്തുകൊണ്ടാണെന്നറിയോ, ആ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തി നല്ലോണം മിക്സായിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ നല്ലോണം മിക്സായിട്ട് ആ മസാല എല്ലാ ഭാഗത്തും നല്ലോണം അരിയിൽ പിടിച്ചിട്ടുണ്ടാവും ചോറിൽ. അങ്ങനെ ആയതുകൊണ്ടാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് ഇങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഈ ദം ചെയ്ത് ശേഷം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ആ ഒരു മസാല ആക്കിയിട്ട് കുറച്ച് സമയം അടച്ച് വെക്കണം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ ബിരിയാണിയെല്ലാം നന്നായി മിക്സാക്കി മാറ്റി വെച്ചു. ഇനി എനിക്ക് കുറച്ച് കായ്പോള ഉണ്ടാക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉന്നക്കായ ഉണ്ട്. ഉന്നക്കായ എല്ലാം റെഡിയാക്കി. പിന്നെ ഞാൻ കുറച്ച് ചിക്കനൊക്കെ മസാലയിട്ട് തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനെടുത്തു. ഇനി എല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾക്ക് ഇവിടെ ഹാരിസിന് കുറച്ച് ചോറ് കൊടുക്കലുണ്ട് കേട്ടോ. അധികം പെരുന്നാൾക്ക് ഹാരിസ് എല്ലാ ബിൽഡിങ്ങിലും ഉണ്ടാവും ഒരു ഹാരിസ്. അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. കാരണം ഞങ്ങൾക്ക് വേറെ ഗസ്റ്റൊന്നും വരാനില്ല. അപ്പോൾ അവർക്ക് ഫുഡ് റെഡിയാക്കി വെച്ച്. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി. ഞങ്ങൾ ചോറെല്ലാം കഴിച്ചതിന് ശേഷം ഈ ഒരു പുഡിങ്ങും കൂടെ കഴിച്ചു. അപ്പോൾ പുഡിങ് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല തണുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ കട്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ ആ ഒരു ക്രീം സെറ്റായിട്ട് വരില്ല കേട്ടോ.
അപ്പോൾ അത് സെറ്റായതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നല്ല മാംഗോ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്. ഈ ഒരു മാംഗോ ഒരു പുളിയും ഉണ്ട്, അതിന് ആ ബാലൻസ് ആയിട്ട് മധുരവും ഇട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതാ യമ്മി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാർട്ടിയിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നല്ല മാംഗോവും കൂടി ആവണം. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലാതെ നമുക്ക് കഴിക്കാം. വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കി വന്ന ക്രീം ഉണ്ടല്ലോ, ഞാൻ അത് ഫ്രീസറിൽ വെച്ച് നല്ല ഐസ്ക്രീമെല്ലാം ആക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.